ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ 13 വിദേശ രാജ്യപ്രതിനിധികളുമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചർച്ച നടത്തിയത്. പെഹൽഗാം ഭീകരാക്രമണം, റെസിസ്റ്റൻസ് ഫ്രണ്ടിനുള്ള പാക് പിന്തുണ, കൃത്യമായ ലക്ഷ്യത്തോടുള്ള ഇന്ത്യയുടെ നടപടി, സംഘർഷം മൂർച്ഛിപ്പിക്കുന്ന തരത്തിലുള്ള പാകിസ്ഥാൻ നിലപാടുകൾ എന്നിവയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടയിൽ ഭീകരരുമായുള്ള പാക് ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങളും ഇന്ന് പുറത്തുവന്നു. മോർദിക്കയിലെ ലഷ്കർ കമാൻഡർ അബ്ദുൾ മാലിക്കിന്റെ ശവസംസ്കാര ചടങ്ങിൽ പാക് സൈനികർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭീകരവാദികൾക്ക് മേൽ പുതപ്പിച്ചത് പാകിസ്ഥാൻ പതാകയുമാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ചർച്ചകൾ നടക്കുകയാണ്. ഓരോ രാജ്യങ്ങളെയും ഇന്ത്യ കൃത്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. അതിന് ലോകത്തിന്റെ പിന്തുണ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ചർച്ചകൾ? എങ്ങനെയാണ് നയതന്ത്ര തലത്തിലെ നീക്കങ്ങൾ നടക്കുന്നത്? പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിനുള്ള മറുപടി എന്താണെന്ന് ഇപ്പോൾ തന്നെ ഇതിനോടകം അവർക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. ദിവിഷ, തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ വിദേശകാര്യ സെക്രട്ടറി UN സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഇനി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കാൻ ഒട്ടും തന്നെ മടിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സൈനിക കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യം വെക്കാൻ ഇനി മടിക്കില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ, അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം തന്നെയാണ് വിക്രം മിശ്രി UN സുരക്ഷാ കൗൺസിൽ അംഗങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ നയം ഈ വിദേശകാര്യ സെക്രട്ടറിമാരുമായിട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ രാത്രി ഈ കരസേനയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയെ സംബന്ധിച്ചും വളരെയധികം നിർണായകമായിട്ടുള്ളൊരു രാത്രിയാണ്. കാരണം കഴിഞ്ഞ കൂട്ടത്തിൽ ദിവസങ്ങളിലായി നിയന്ത്രണ രേഖയിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന കനത്ത ഷെല്ലിങ്ങിൽ, പാക് ഷെല്ലിങ്ങിൽ 15 പേരാണ് ഈ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. 43 പേർക്ക് പരുക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം സൈനികർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പൂർണ്ണ തോതിൽ കയറി അടിക്കാം എന്നുള്ള തരത്തിൽ സൈനികർക്ക്, കരസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ഈ പ്രാദേശിക സേനാ സംഘങ്ങളുമായി കരസേനാ മേധാവി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യ കരസേന നിരീക്ഷിച്ചു വരുന്നു. സേനയ്ക്ക് പൂർണ്ണ പ്രവൃത്തി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വളരെ കനത്ത രീതിയിൽ ഷെല്ലാക്രമണം ഉണ്ടായാൽ, അതും പൊതുജനങ്ങളെ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം, സർവ്വസജ്ജരായി നമ്മുടെ സേന കാത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്.